ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് സ്റ്റഡി വ്ളോഗ് ആഫ്റ്റർ സ്കൂളാണ്. അപ്പോൾ ഇന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും പഠിക്കണം. ഞാൻ ഒട്ടും തുടങ്ങാത്ത ചാപ്റ്ററാണ്, മാത്സ് ആയിരുന്നു. അത് മാത്സ് മെട്രിസസ് ഈസിയുള്ള ചാപ്റ്റർ അല്ല ചോദിച്ചാൽ ആണ്, പക്ഷേ ഞാൻ അത് പഠിച്ചിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ 1, 2 അങ്ങനെയാണ് തുടങ്ങുന്നത്, അല്ലാതെ ഇടയിൽ വെച്ചിട്ടല്ല തുടങ്ങുന്നത്. അപ്പോൾ എക്സാമിനുള്ള അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ എൻ്റെ സ്കൂളിൽ മെട്രിസസ് എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ട് പറഞ്ഞു. അതും ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇന്നലെ ഒരു ഫുൾ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ നോട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ക്ലാസ്സിലാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. ഇനിയിപ്പോൾ കുറച്ച് കൂടി ഉള്ളൂ കാണാൻ. അത് എന്തായാലും ഇപ്പോൾ ആ ചാപ്റ്റർ തുടങ്ങി, അപ്പോൾ ഒന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാത്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല, ഞാൻ ഫിസിക്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ഇപ്പോൾ തുടങ്ങേണ്ടി വന്നപ്പോൾ അത് പഠിച്ചെന്നല്ലേ പറ്റുള്ളൂ. എന്തായാലും തുടങ്ങി കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാവിലെ നേരത്തെ എണീറ്റു. അപ്പോൾ എനിക്ക് കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഇന്നലെ ടോട്ടൽ മെട്രിസസിൻ്റെ ചാപ്റ്ററിൽ 20 വീഡിയോസ് എനിക്ക് കാണാണ്ടായിരുന്നു, ഫുൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിലാകെ 10 വീഡിയോസ് മാത്രമേ ഞാൻ ഇന്നലെ രാത്രി കണ്ടുള്ളൂ. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ടാണ് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ ആ 10 വീഡിയോസ് പറയുന്നത് ഇന്നലെ രാത്രി കണ്ടത് പിന്നെയും ഷോർട്ട് വീഡിയോസ് ആയിരുന്നു. ഇന്ന് രാവിലത്തേക്കുള്ളതാണെങ്കിൽ 40 മിനിറ്റ് 50 മിനിറ്റിൻ്റെ ഒക്കെ വീഡിയോസാണ് ഉള്ളത്. അപ്പോൾ ടൈം കൂടുതലെടുക്കും എന്തായാലും. അപ്പോൾ പേടിച്ചിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ വേഗം റെഡി ആയത്. അതുകൊണ്ട് തന്നെ ഞാൻ മുടി ശരിക്കും കെട്ടിയതൊന്നുമില്ല, പറഞ്ഞാൽ ജസ്റ്റ് ക്രാബ് വെച്ചിട്ട് മുടി പൊക്കി കെട്ടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ മുടി അയച്ചിട്ടുണ്ട് അങ്ങനെയല്ല പോവാറ്, ഞാൻ എങ്ങനെയെങ്കിലും മുടി കെട്ടിയിട്ടേ പോവാറുള്ളൂ. അപ്പോൾ ഇന്ന് ശരിക്കും ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട്, പിന്നെ കെട്ടാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ക്രാബ് വെച്ചിട്ടാണ് ഞാൻ പോയത് സ്കൂളിലേക്ക്. എന്നിട്ട് ഞാനിപ്പോൾ ഈ വ്ളോഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കുഞ്ഞ് സ്റ്റഡി വ്ളോഗ് മാത്രമാണ് കേട്ടോ, അല്ലാതെ ആഫ്റ്റർ സ്കൂൾ റൊട്ടീൻ അങ്ങനെയൊന്നുമല്ല. അത് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഇടാം. ഇത് ജസ്റ്റ് സ്റ്റഡി വ്ളോഗ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്കൂളിൽ വിട്ട് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ളതൊന്നും ഞാൻ കറക്റ്റായി അങ്ങനെ നമ്മുടെ റൊട്ടീൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇടയിൽ ഫുൾ സ്റ്റഡി വ്ളോഗ് മാത്രം, ബുക്ക് മാത്രം തുറന്ന് കാണിച്ചിട്ട് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയിൽ മറ്റ് ക്ലിപ്സൊക്കെ കാണിക്കുന്നത്. അല്ലാതെ ഇത് റൊട്ടീൻ വീഡിയോ അല്ല കേട്ടോ, ജസ്റ്റ് സ്റ്റഡി വ്ളോഗാണ്, ആഫ്റ്റർ സ്കൂൾ സ്റ്റഡി വ്ളോഗാണ്. പിന്നെ സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ടൈം അങ്ങനെ കിട്ടാറില്ല കമൻസിന് ഇങ്ങനെ റിപ്ലൈ ചെയ്യാനൊന്നും. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോസിൽ പറയാറുണ്ട്. ഇപ്പോൾ പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ റിപ്ലൈ തരാൻ പറ്റിക്കോളണമെന്നില്ല. ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ വേണമെങ്കിൽ റിപ്ലൈ ചെയ്യുക. അല്ലാത്തതാണെങ്കിൽ ഞാൻ വീഡിയോസിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇതുപോലെ സംസാരിക്കുമ്പോൾ ഞാൻ ക്ലിയർ ചെയ്യാം. ഈ +2 തുറന്നതിന് ശേഷം എനിക്ക് ശരിക്കും ടെൻഷനാണ് കേട്ടോ. പറഞ്ഞാൽ റെക്കോർഡിനെ കുറിച്ച് ഓർത്തിട്ട് പറഞ്ഞാൽ റെക്കോർഡ് എങ്ങനെ എഴുതേണ്ടത് വൃത്തിയായിട്ട്, പറഞ്ഞാൽ അങ്ങനെയാണ് ഓർഡർ ഇങ്ങനെയാണ് ഓർഡർ, അതൊന്നും എനിക്ക് ശരിക്കും അങ്ങനെ ക്ലിയർ ആയി കിട്ടുന്നില്ല. പറഞ്ഞാൽ ടീച്ചേഴ്സ് പറയുന്നതെല്ലാം മനസ്സിലാവും. പറഞ്ഞാൽ ചില സബ്ജക്ട്സൊക്കെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ് ചെയ്യുക, എന്നിട്ട് അവരാണ് ക്ലാസ്സിൽ വന്ന് പറയുക. അപ്പോൾ അതൊന്നും എനിക്ക് ശരിക്കും ക്ലിയർ ആവുന്നില്ല. അപ്പോൾ സുവോളജി ബോട്ടണിക്ക് ഇപ്പോൾ നമുക്ക് സ്കൂൾ തുറന്നിട്ടാണ് റെക്കോർഡ് തരുന്നത്. അപ്പോൾ അതും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് വീഡിയോയിൽ ബോട്ടണി സബ്മിറ്റ് ചെയ്യണം എന്ന്. എൻ്റെ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല ടീച്ചർ. അപ്പോൾ എനിക്കിപ്പോൾ ബോട്ടണിയാണ് പേടി. എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ സുവോളജി ബോട്ടണിയിൽ പെന്നുകൊണ്ട് വരയ്ക്കരുത് എന്നാണ് പറയുക. ഞാൻ ആദ്യത്തെ പേജിൽ ഹെഡിങ് എഴുതി വെച്ചു, മാർക്ക് ചെയ്യലല്ല, ബോട്ടണി മാത്രം ഞാൻ ആദ്യത്തെ പേജിൽ ഹെഡിങ് പെന്ന് വെച്ച് എഴുതിപ്പോയി. അപ്പോൾ ഇനി അതെന്താവുക എന്ന് എനിക്ക് പേടിയാവും. എന്താ വെച്ചാൽ ബോട്ടണി ഞാൻ അത്യാവശ്യം കുറച്ച് വരയ്ക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷൻ. അതുകൊണ്ട് ടീച്ചറാണെങ്കിൽ കാണാൻ കിട്ടുന്നില്ല. സ്കൂൾ തുറന്നതിന് ശേഷം ടീച്ചർ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനും പറ്റിയിട്ടില്ല, വന്നിട്ടില്ല പറഞ്ഞ് ക്ലാസ്സിൽ കയറിയിട്ടില്ല. പിന്നെ അവിടെ അഡ്മിഷൻ്റെ ഒക്കെ തിരക്കായിട്ട് അവർ അങ്ങനത്തെ തിരക്കിലാണ്. പിന്നെ സുവോളജി നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ. അത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പെന്നുകൊണ്ട് വരയ്ക്കരുത് അത് ഇതെന്നൊക്കെ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബോട്ടണി ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. സ്റ്റുഡൻസിന് ഇങ്ങനെ പറഞ്ഞു വിടുക ചെയ്തത്. അപ്പോൾ എനിക്ക് ക്ലിയർ ആയതുമില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ ആദ്യത്തെ പേജിൽ പെന്നുകൊണ്ട് എഴുതും ചെയ്തു, പറഞ്ഞാൽ ഹെഡിങ് മാത്രം. അപ്പോൾ അതിൻ്റെ ഫുൾ ടെൻഷനാണ് ഇപ്പോൾ എനിക്ക്. റെക്കോർഡ് കൂടാതെ പിന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് പേപ്പർ ഇടുമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ പോലെ മെട്രിസസ് ഞാൻ അത് പഠിച്ച ചാപ്റ്റർ സ്കൂളിൻ്റെ ഒപ്പം എല്ലാം ഞാൻ പോയത്, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കറക്റ്റ് ഓർഡറിലാണ് ഞാൻ പോണത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ വല്ലതും എഴുതാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് പടയലും അത് പഠിക്കലും അങ്ങനെയൊക്കെയായിട്ട്. പക്ഷേ എനിക്ക് ആ കൂടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് അങ്ങനെയല്ല. എനിക്കിപ്പോൾ ഞാൻ ഈ മെട്രിസസ് പഠിച്ച് തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഫുൾ വീഡിയോസ് കണ്ടന്റ് ചെയ്തിട്ട് ടൈം പോകില്ല, ഞാൻ നോക്കിയില്ല. ഞാൻ ഉള്ള ടോപ്പിക്സ് വൃത്തിയായിട്ട് പഠിച്ചു. പിന്നെ ചെയ്യാൻ പറ്റാത്തത് അവസാനത്തെ ടോപ്പിക് എന്തോ ഉണ്ടായിരുന്നു, ഇൻവേർട്ടിബിൾ മെട്രിസസ് അതെന്തോ. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് വിട്ടു. ബാക്കിയെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഫുൾ വീഡിയോസ് ഇരുന്ന് കണ്ടു. ആകെ ഒരേ ഒരു വീഡിയോ മാത്രമേ കാണത്തുള്ളൂ, അത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കേണ്ടായിരുന്നു, എന്താ NCERT എക്സാമ്പിളറിന്. അപ്പോൾ അത് മാത്രം ചെയ്യില്ല, ബാക്കി ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻസും ഗൈഡിലത്തൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പോയത്. രാവിലെ കേട്ടോ ഇതൊക്കെ ഇരുന്ന് ചെയ്തത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉള്ളത് ഞാൻ വൃത്തിയായിട്ട് പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് എനിക്ക്.
ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്യാൻ ഓൾറെഡി ഒരു ഗ്രീൻ ബുക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അതെനിക്ക് ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഉപയോഗിക്കാൻ ഒരു സങ്കടം. അപ്പോൾ എനിക്ക് എവിടെ നിന്ന് ഒരു വേസ്റ്റ് പേപ്പർ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അറിയാതെ കീറി പോകുന്നതാണ് തോന്നുന്നു. അതെല്ലാം കൂടി സ്റ്റാപ്പിൾ അടിച്ചിട്ട് ഇപ്പോൾ അതിലാണ് ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ എൻ്റെ പൗച്ചിൽ വെക്കും. അപ്പോൾ ഞാൻ ഇന്നലെ എഴുതിയതായിരുന്നു മെട്രിസസ് പഠിക്കണമെന്ന്, അത് ഇന്നാണല്ലോ കംപ്ലീറ്റ് ആയത്. അപ്പോൾ അത് ഞാനിന്ന് ഇങ്ങനെ റെഡ് പെന്നോണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മറ്റു ബുക്കിൽ അതിങ്ങനെ കട്ട് ചെയ്ത് കളയും, അത് രസമല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസം ഇപ്പോൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യണില്ല കണ്ടാൽ നമുക്ക് തന്നെ ഒരു പേടി തോന്നും, അയ്യോ ഞാൻ ഇത്രയും ദിവസം പഠിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അത് യൂസ്ഫുള്ളാണ്. എന്തായാലും ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കുന്ന നല്ല ഇതാട്ടോ. പറഞ്ഞ ടാർഗറ്റ്സ് ടു ഡു ലിസ്റ്റ് നിങ്ങൾ ചെയ്യണത്. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കഴിക്കാൻ പറഞ്ഞ് ഉണ്ടാക്കാൻ ഇരിക്കുകയായിരുന്നു കേട്ടോ. 11 മണിക്കാണ് ഞാൻ ഉണ്ടാക്കലും പിടിക്കലൊക്കെ ചെയ്യണത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലസ് 1 കാൽക്കുലേറ്റർ വേണമെന്ന്. കാൽക്കുലേറ്റർ വേണം കേട്ടോ. അപ്പോൾ കോമേഴ്സിന് നോർമൽ കാൽക്കുലേറ്ററും പിന്നെ ബയോ സയൻസിനും കമ്പ്യൂട്ടർ സയൻസിനും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണം. പിന്നെ കാൽക്കുലേറ്റർ നോർമൽ 650 റുപ്പീസിന് 2 കളറിൽ പറഞ്ഞാൽ ബ്ലാക്കും ഗ്രേ കളറിലും കിട്ടും. പിന്നെ നിങ്ങൾക്ക് കളർ വേരിയൻസ് ഒക്കെ വേണം പറഞ്ഞാൽ പിങ്ക് കളർ, ഗ്രീൻ കളർ, അങ്ങനെ പേസ്റ്റൽ കളേഴ്സിലൊക്കെ ഉള്ള കാൽക്കുലേറ്റേഴ്സ് കിട്ടും. അതിന് റേറ്റ് കൂടും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക.